2021 ശേഷം സംസ്ഥാനത്തെ അനാഥാലയങ്ങൾക്കുള്ള ഗ്രാന്റിൽ ഗണ്യമായ കുറവെന്ന രേഖകൾ. ഓർഫനേജ് കൺട്രോൾ ബ്യൂറോ നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. 2021 ഏപ്രിൽ മുതൽ വനിതാ ശിശു വികസന വകുപ്പ് വഴിയാണ് ഗ്രാന്റ് നൽകുന്നത്. 666 അനാഥാലയങ്ങളാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം അനാഥാലയങ്ങൾ, 85 എണ്ണം. തൊട്ടു പിന്നിലുള്ളത് മലപ്പുറമാണ്, 83 എണ്ണം. 2016 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 140 കോടി 76 ലക്ഷത്തിലധികം രൂപയാണ് അനാഥാലയങ്ങൾക്കായി ചെലവഴിച്ചിരിക്കുന്നത്. 2020-21 28 കോടി 60 ലക്ഷത്തി 89,426 രൂപയാണ് ചെലവാക്കിയത്. എന്നാൽ 2021 ശേഷം ഈ ഗ്രാന്റ് കുത്തനെ കുറഞ്ഞു. 2021-22 സാമ്പത്തിക വർഷത്തിൽ 2 കോടി 72 ലക്ഷത്തി 11,459 രൂപയും 2022-23 ഇത് 4 കോടി 62 ലക്ഷത്തി 6,274 കോടിയുമാണ്. 2021 ഏപ്രിൽ മുതൽ വനിതാ ശിശുവികസന വകുപ്പ് വഴിയാണ് അനാഥാലയങ്ങൾക്കുള്ള ഗ്രാന്റ് നൽകുന്നത്. ഈ കോവിഡും പേമാരിയും എല്ലാം സംസ്ഥാനത്തുണ്ടായിട്ടും കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 146 കോടിയിലേറെ രൂപ ഈ അനാഥാലയങ്ങൾക്ക് ഗ്രാന്റ് നൽകിയതായിട്ടും നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ 666-ലേറെ അംഗീകൃത അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിട്ടും നമുക്ക് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും അനാഥാലയങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രാന്റുകൾ വളരെയേറെ നല്ല രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. രജിസ്റ്റേർഡ് അനാഥാലയങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഈ സർക്കാരിൻ്റെ അംഗീകൃത രജിസ്ട്രേഷൻ ഇല്ലാത്ത അനാഥാലയങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടും അവർക്കെതിരെ ശക്തമായ നടപടിയെടുത്തതായിട്ടും നമുക്ക് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അനാഥാലയത്തിലെ ഒരു അന്തേവാസിക്ക് 1,100ഓളം രൂപയാണ് ഒരു മാസം കൊടുക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ 387 അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.